വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിന് സമാനമായ പ്രോട്ടോകോൾ നൽകുന്നതിനെ എതിർത്ത് സമസ്ത. വന്ദേ മാതരം അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന സമസ്ത മുഖപത്രത്തിൽ വിമർശനം. വന്ദേ മാതരം പോലുള്ള ഗാനങ്ങൾ വിദ്വേഷം വളർത്താനുള്ള ഉപാധിയാക്കരുത് എന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വിമർശനമുണ്ട്. ബെൻസൺ ബാബുവാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുക. ബെൻസൺ ബാബു, വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തോടൊപ്പമുള്ള പ്രോട്ടോകോൾ നൽകണം. 3 മിനിറ്റിലേറെ സമയമെടുത്ത് എല്ലാ പൊതുപരിപാടികളിലും അത് ദേശീയ ഗാനം പോലെ തന്നെയും ചൊല്ലണം. ദേശീയ ഗീത പദവി നൽകിയിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് സമസ്ത വിയോജിക്കുന്നത് ഇതിനോട്? സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് സമാന രീതിയിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ഇതാദ്യമായിട്ടല്ല ഉയർന്നു വരുന്നത്. മുൻപും ഈ സമാന രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. 1950 ഈ വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിക്കുമ്പോൾ അന്ന് അതിലുണ്ടായിരുന്ന 4-5 വരികൾ മാറ്റുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത് ഇപ്പോൾ സൂചിപ്പിച്ചതിന് സമാന രീതിയിലുള്ള വിവാദങ്ങൾ അന്നും ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് നടപടി ഉണ്ടായിരുന്നത്. അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് സമസ്ത അവരുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ വന്ദേ മാതരം അടിച്ചേൽപ്പിക്കൽ അംഗീകരിക്കാനാവില്ല എന്ന തടക്കത്തിൽ വിമർശനാത്മകമായിട്ടുള്ള ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങൾ തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വന്ദേ മാതരം അടിച്ചേൽപ്പിക്കുന്നത് അത് അംഗീകരിക്കാനാവില്ല, ഇന്ത്യയുടെ വൈവിധ്യത്തെയും ഭരണഘടനാപരമായ ആത്മാവിനെയും വെല്ലുവിളിക്കുന്നതാണ്. വന്ദേ മാതരം പോലുള്ള ഗാനങ്ങൾ വിദ്വേഷം വളർത്താനുള്ള ഉപാധിയാക്കരുത് എന്നതാണ് വിമർശനം. അതായത് വന്ദേ മാതരം ആ ഗാനത്തിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ച 1950 ഈ 5-6 വരികൾ ഇവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ വന്ദേ മാതരം ഈ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിൽ അത് പാടേണ്ട ഘട്ടങ്ങളിൽ പാടണം എന്ന പ്രോട്ടോകോൾ അനുസരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അവ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ഗാനം ആലപിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നതാണ് അവർ പറയുന്നത്. കാരണം അതിൽ വിവിധ ഹിന്ദു മത ആചാരപ്രകാരമുള്ള വിവിധ ദേവന്മാരുടെയും ദേവിമാരുടെയും എല്ലാം പേരുകൾ പരാമർശിച്ചുകൊണ്ടുള്ള വരികൾ ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പോൾ അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്നതാണ് അവർ പറയുന്നത്. അതായത് വന്ദേ മാതരത്തെ എതിർക്കുന്നത് അത് രാജ്യത്തെ എതിർക്കുന്നതായി കരുതരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിമർശനത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കൂടിയാലോചനകൾ വേണ്ടിയിരുന്നു. വീണ്ടും ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഉത്തരവ് അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇത്തരത്തിൽ ദേശസ്നേഹം അല്ലെങ്കിൽ രാജ്യസ്നേഹം ഉണ്ടാകേണ്ടത് അത് പൗരത്വബോധം വളർത്തുന്നതിലൂടെയാണ്. അത് വിദ്യാഭ്യാസം അടക്കമുള്ള വികസനം അടക്കമുള്ള കാര്യങ്ങളിലൂടെയാണ് ആ ദേശസ്നേഹം ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കലാവരുത് എന്ന കാര്യങ്ങൾ കൂടി ഈ വിമർശനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇത് ആദ്യമായല്ല ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത്. അപ്പോൾ അത് കൂടുതൽ ചർച്ചകളിലേക്ക് പോകുന്നു. വലിയ പ്രതികരണങ്ങൾ പല നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായി വരുന്നതുമുണ്ട്. സനീഷ്.